അമ്മ ഇങ്ങോട്ട് വിട്ടേ. അതോടെ അനു ജയിച്ചു. മനസ്സിലായോ? 2 വർഷം കഴിഞ്ഞ ഒരു വീട് വന്നു. കഴിഞ്ഞ ദിവസം ആരാണ്ട് വന്നിട്ട് വീട്ടിൽ പറഞ്ഞു, അനുവിനോട് പറഞ്ഞു, സിസ്റ്ററെ അന്ന് ഞാൻ ഡെഡിക്കേഷന് വന്നപ്പോൾ ഉള്ള വീട് പോലെ ഒരു മാറ്റവും. ഇതെങ്ങനെ സൂക്ഷിക്കുന്നു? ഓർമ്മ പറ, ഇതെങ്ങനെ സൂക്ഷിക്കുന്നു? ഞാൻ അവിടെ നോക്കാറൊന്നുമില്ല. ഞാൻ കുരിഞ്ഞ് വീട്ടിനകത്ത് ഒരു സാധനം ചെയ്യുന്ന ആളല്ല. ഓർമ്മ പറഞ്ഞു, എന്റെ ഭാര്യയുടെ ഏറ്റവും വരെ പറയാം, ഗ്ലാസ് ഞാൻ എടുത്ത് വെക്കാത്ത ഒരാളാണ്. ഓർമ്മ പറയാം, എന്റെ കാര്യം ഓർമ്മ പറയാം, കുരിഞ്ഞൊരു പണി ഞാൻ കേൾക്കത്തില്ല. കിച്ചന്റെ പണി ഞാൻ കയറിയിട്ടില്ല. ഓർമ്മ പറയാം, എനിക്കാനുള്ള കൃപയില്ല, എനിക്കാനുള്ള സമയമില്ല. ഓർമ്മ പറയാം. അവൾ ഈ പരാതി പറഞ്ഞു, ഞാൻ പറയും ഒരു കാര്യം ചെയ്ത് ഞാൻ ചെയ്യുന്നതൊക്കെ നീ ചെയ്യും. ഓർമ്മ പറയാം. ഇന്നലെ വൈകിട്ടത്തെ ഒരു മീറ്റിംഗിന് 5 മണിക്കൂർ കാർ ഓടിച്ചു. 1:30 മീറ്റിംഗ് 5 മണിക്ക് കാർ ഓടിച്ചു. വൈകിട്ട് ശ്രീവല്ലിപുത്തൂരിന് അപ്പുറം ചെന്നു. വൈകിട്ട് 7 മണി മീറ്റിംഗ്. 9 മണി കഴിഞ്ഞ് 10 മണിക്ക് അവിടെ ഇറങ്ങി 5 മണിക്കൂർ കാർ ഓടിച്ച്. കൂടെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ സ്വന്തം 5 മണിക്കൂർ കാർ ഓടിച്ചു. വീണ്ടും കൊട്ടാരക്കരയിൽ എത്തി. എന്താ പിന്നെ ഞാൻ സ്തോത്രം. കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് പറഞ്ഞെങ്കിലും പോകണം. എന്നാണ് എപ്പോഴും ഒന്നും കാര്യം നടക്കത്തൊന്നുമില്ല. അല്ല വലയത്തിൽ മാത്രമൊന്നും കാര്യം നടക്കത്തില്ല. കാര്യങ്ങൾ അറിഞ്ഞു പോകണം. അതും പറയാമല്ലോ. ഈ പല പറയുന്നവരൊക്കെ വീട്ടിൽ പൂക്കുറ്റി അടിയ ചുമ്മാന്നും പറയല്ലേ. എനിക്കതാ സമയം. എന്നെ ചേർത്തിക്കാൻ പറഞ്ഞു, എന്റെ ദൈവമക്കളിൽ എന്തായത് ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ്. ഓരോ വിഷയങ്ങൾ ഓർമ്മ പറഞ്ഞാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നവർക്കായി ശ്രദ്ധിച്ച് ആ ദൂതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി ദൈവത്തെ സൂക്ഷിച്ചോ. അപ്പൊ സ്വന്തം വീടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെയാണ്. സ്വന്തം പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മശക്തി പ്രാപിച്ചു, ഭാവിയെ കുറിച്ചുള്ള ദൂത് കിട്ടിയിട്ടും ഇന്ന് തർസോസ് ചെയ്ത് പോകാൻ പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ട്. പുള്ളി അവിടെ കിടന്ന് എന്ത് ചെയ്യുക? അവിടെ കിടന്ന് അന്യഭാഷ പറഞ്ഞ് അവിടെ കിടന്ന് കടങ്ങുക. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് 21 എല്ലാ വർഷവും ഉണ്ട്. ഒക്കുമ്പോൾ എന്തുവായി സ്വോത്രം. ഈ 21 ഇരുന്നിട്ട് ഇവിടെ കിടന്ന് കറങ്ങാനാണെങ്കിൽ മനസ്സിലാകുന്നു. ഈ 21 ഇത് കൃപയൊക്കെ പ്രാപിച്ചിട്ട് പിന്നെയും ഇവിടെ തന്നെ കിടന്ന് കറങ്ങാൻ, ഈ ചർച്ചിനകത്ത് തന്നെ നിന്ന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയടിച്ചു അന്യഭാഷ പറഞ്ഞ് പോകാനാണെങ്കിൽ പ്രാപിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ പുറത്തിറങ്ങണം. പുറത്തിറങ്ങണമെന്ന് 10 വീട്ടിൽ കയറി യേശുവിനെ പറയണമെന്ന്. അതൊരു സാക്ഷ്യം വേണം. സ്വന്തം പറഞ്ഞാണ് രക്തത്താൽ ജയമെടുക്കുകയാണ്. 120 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ പുറത്തിറങ്ങാൻ 2 പേർക്ക് വെളിപ്പാട് കിട്ടിയുള്ളൂ. നമ്മൾ ഇവിടെ അന്യഭാഷ പറഞ്ഞ കാര്യം നമുക്ക് പുറത്തോട്ടിറങ്ങാന്ന് പറഞ്ഞു. അതിന് പുറത്തോട്ടമാണ് പറഞ്ഞപ്പോ ദാണ്ട വഴി ആലയത്തിന് മുറ്റത്തൊരു അമ്മയെ വെല്ലം വരണം പറഞ്ഞിരിക്കും. അവരെ തരാനെന്ന് എഴുതി പോടാ യേശു നമുക്ക് വീട്ടിൽ എന്ന് പറഞ്ഞു. പറഞ്ഞാട്ടെ അവരെ നരിയാണിയുടെ കവടപ്പതും ശുശ്രൂഷ ആരംഭിച്ചു. അവിടെ ഒരു കൊച്ചു സ്വതന്ത്രം എന്തോ ആലിന്റെ കീഴെ ഒരു കുഞ്ഞൻ വിഗ്രഹത്തെ വെച്ച് കുറെ പേര് ഇങ്ങനെ വിളക്ക് എത്തിച്ചുകൊണ്ട് കേട്ടോ. 6-7 വർഷം കഴിഞ്ഞു ഇന്നത് വലിയ അമ്പലമാണ്. ഇന്ന് ഭയങ്കര അമ്പലമാണ്. വലിയ ഉത്സവങ്ങളും ഭയങ്കര പരിപാടി ഇന്നവിടെ നടക്കുക. നമ്മുടെ പല സഭകളും നോക്കിക്ക് തുടങ്ങിയപ്പോൾ ഇത്രയുണ്ട്, 50 വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയുണ്ട്. ഒരുപാട് ശരിയില്ല. ശരിയല്ല. ഞങ്ങളുടെ സഭ പറഞ്ഞ ഒരിടത്തും ഒറ്റയിടത്തും ഇടയൻ ആടിനെ പ്രസവിക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല. ആടിനെ പ്രസവിക്കുന്നല്ല ഏതെങ്കിലും ഇടയന്മാര് പ്രസവിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് പെറ്റ കുഞ്ഞാണ്.
പിന്നെ ഇടയൻ എന്താ ചെയ്തറിയോ? പ്രസവിക്കാനുള്ള വകുപ്പുണ്ടാകും. ആത്മാക്കളെ നേടണമെങ്കിൽ വിശ്വാസയുടെ കണ്ണുറണം. സഭ വളരണമെങ്കിൽ വിശ്വാസയുടെ കണ്ണുറണം. രക്തത്താലും വചനത്താലും ജയമെടുക്കുക. ഞങ്ങൾക്ക് ഇങ്ങനൊന്നും പോലെന്ന് പറയാൻ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? 3 പോരാ 30 വേണമെന്ന് പറയാൻ എത്ര പേരുണ്ട്? പറഞ്ഞിട്ടുണ്ട്. 3 സെന്റ് പോരാ, ഞങ്ങൾക്ക് സഭയ്ക്ക് ഇനി ആലയത്തിന് സ്ഥലം വേണമെന്ന് പ്രാർത്ഥിച്ച ഒരാളെ കൈ നോക്കി വരാം. ഭൂതന്മാർ ക്യാമറമായിട്ട് കള്ളത്തരം പറയാൻ എല്ലാം പിടിച്ചു. ഈ കത്തിലെ കുഞ്ഞാളുകളാണോ ഇരിക്കുന്നത്? ആയിക്കോട്ടെ, ചർച്ചിലെ കുഞ്ഞാളുകളെ ആര്യാ പറഞ്ഞു. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞങ്ങളെ കൂടെ എന്നാ പറ്റും? സ്വതന്ത്രം പറഞ്ഞു. അല്ലേ, ഞാൻ എന്റെ സഭ പാതാള ഗോലങ്ങൾ ജയിക്കത്തില്ല. രക്തത്താൽ ജയമെടുക്കുന്നു. സമ്പത്തല്ല സഭ പണിയുന്നത്, കണ്ണുനീരും പ്രാർത്ഥനയാണ്. 3 സെന്റ് 30 ആകാൻ പ്രാർത്ഥി. സഭയിലെ വിശ്വാസികൾ മാത്രം കൈ കൊടുത്തു. സഭയിലെ വിശ്വാസികൾ നല്ല വമ്പന്മാരില്ല. ഇത്രയും നാളായിട്ട് പ്രാർത്ഥിച്ചോ? ഇല്ലെങ്കിൽ ഇന്ന് തുടങ്ങണം. ഞങ്ങൾക്ക് 3 സെന്റ് പോരാ, ഞങ്ങൾക്ക് 30 സെന്റ് വേണം. ഞങ്ങൾക്ക് 2 നിലയുടെ ചർച്ച വേണം. ഞങ്ങൾക്ക് AC ഹോൾ വേണം. ഓർമ്മ എന്നാ തെറ്റ്? 10 വർഷമായിരുന്നു ലോകോസ് 10 വർഷം. 99% പാവപ്പെട്ടവരാണ്. അടുക്കള ജോലി ചെയ്യുന്നവര്, ടാപ്പിങ്ങിന് പോകുന്നവര്, തൊഴിലുറപ്പിന് പോകുന്നവര്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവര്, പാറപ്പണി ചെയ്യുന്നവര് 99%. കാണണം. ഒരാളൊന്ന് ആഗ്രഹിക്കാനുണ്ടെങ്കിൽ ദൈവം ചെയ്യും. ഒരാൾ ആഗ്രഹിച്ചവർ ദൈവം ബാക്കി കാര്യങ്ങളെ ചെയ്യും. എല്ലാ വർഷവും 21 നടത്തുമ്പോ പുറത്തു നോക്കിയ ആൾക്കാർ വരും. വിദേശത്തെ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ അവിടെ നിന്ന് ഉപൂഷിക്കാൻ വരും. അത് ദൈവിക പദ്ധതിയാണ്. ഈ പ്രാവശ്യം നടത്തി തൊട്ടുപുറത്ത് 21 ഞാൻ എന്റെ ചർച്ച് ഷീറ്റ് ഇട്ടതാണെങ്കിൽ അത് സീൽ ചെയ്ത് ആകില്ല. എങ്കിലും ചൂടുണ്ട്, അത്യാവശ്യം ഞങ്ങൾക്ക് കാണാം. ഈ ചൂടൊന്നുമില്ല, ഇത്ര ചൂടില്ല. കാര്യം ഹൈറ്റ് ഇട്ടാൽ ഞാനത് പണിതേക്കുന്നത്, ചൂട് കുറവാണ്. പക്ഷെ പുറം രാജ്യത്ത് 26 മണിക്കൂർ AC കിടന്നിട്ട് വരുന്നവരും അവർ ഒരാഴ്ച വന്നിരിക്കാൻ വരുമ്പോൾ അവരിങ്ങനെ ഈ വീശ. എന്റെ ചർച്ച 2700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. വലിയ അടുത്ത ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ ഈ വീസൊക്കെ എനിക്ക് കാണാൻ വയ്യ. ഈ വീസൊക്കെ എനിക്ക് കാണാൻ വയ്യ. ഞങ്ങളുടെ ആൾക്കാർക്ക് ഇരുന്നാ വരണ്ടിരിക്കുന്നവരാ, അവർക്ക് വേണ്ട. പക്ഷെ ഇങ്ങനെ വരുന്നവരെ ഉൾപ്പെടുത്തണം. ലോകോസ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ പേരിട്ടെടുക്കുന്നത്. ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ ആ ലെവലിൽ കൂടെ ആണോ നോക്കാൻ? ഒരാൾ പോലും ഇല്ലാത്തപ്പോൾ ഇന്റർനാഷണൽ കിട്ടെ അവിടേക്ക് പോകുന്നില്ല. അപ്പോഴാ കഴിഞ്ഞ ഈ 21 തൊട്ടുമ്പുറത്ത് 21 വന്നൊരു ദേവദാസന്റെ പ്രസന്റ് അടുത്ത 21 മുമ്പ് ഈ ചർച്ച AC ഹോളാണ്. അപ്പൊ ഞാൻ മനസ്സിൽ പറഞ്ഞു, പറയുന്നതിന് ഒരു ചെലവും ഇല്ല. ആർക്ക് പറഞ്ഞിട്ട് പാവപ്പെട്ട ഞാൻ എന്റെ അനുഭവിക്കണം. അടുത്ത വാക്കുകൊണ്ട് പറയാം, എന്റെ വക ഒരു AC. അപ്പൊ എനിക്ക് ചെയ്യുന്നത് അപ്പൊ അന്ന് പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പുള്ളിയിരുന്നു. ഞാൻ പറഞ്ഞു, വന്ന അതിഥിയായ ദേവദാസന്റെ വക ഒരു AC എങ്കിൽ സ്വന്തം ദാസയുടെ വക 2 AC. നിങ്ങൾക്ക് ആർക്കെങ്കിലും AC വിളിച്ചാലും മറ്റൊരു വിളിച്ചാലും എനിക്കറിയാം ആർക്കും പറ്റുന്നില്ല. ഞാനത് പറഞ്ഞു. അപ്പൊ ഒത്തിരി പേര് പറഞ്ഞിട്ട് പക്ഷേ ഉപവാസപ്രാർത്ഥനയ്ക്കൊന്നും കൊടുത്തില്ലേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കണം. ഇവിടെ വരുന്ന ഉപദേശിമാരൊക്കെ വെറുതെ ആണോ പോകുന്നത്? വെറുതെ ചോദിക്കുക.
വരുന്നവരൊക്കെ ഇനി ഒരു കാര്യം പറയാം. സ്വന്തം പറഞ്ഞിട്ട് വന്ന് പ്രസംഗിക്കുന്നത് ഞാൻ ഒറ്റയാണ്, വെറുതെ പോകില്ല. പോകില്ല, പിന്നെ വെറുതെ ഇപ്പൊ പാവടിക്കും. ഞാൻ ഫുൾ പെട്രോൾ അടിച്ചാൽ വരുന്നു. പൈസ നോക്കി ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. സ്വതം പറഞ്ഞാണ്. ഞാൻ ട്രിവാൻഡ്രത്തിന് അപ്പുറം കഴിഞ്ഞ ദിവസത്തില് ഞാൻ വൈകിട്ട് ട്രിവാൻഡ്രത്തിന് അപ്പുറം ഓരോരുത്ത സെക്ഷനിൽ എനിക്ക് അറിയുന്ന ദേവദാസന അതെല്ലാം ഒരു കൺവെൻഷൻ നടത്തുന്നത്. ഇപ്പൊ പൈസ ഇല്ലാത്തതുകൊണ്ട് കൺവെൻഷൻ തട്ടിന്റെ പണിക്കൊക്കെ പോകും. വളരെ എനിക്ക് അപ്പോൾ അദ്ദേഹം ഇറങ്ങാൻ നേരം എന്നോട് പറഞ്ഞു, വാസ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി പൈസ കാണുന്നതിന് ഞാൻ പറഞ്ഞു വേണ്ട വാസ വേണ്ട. ചിലത് ഈ വേഗം കേൾക്കാൻ നിൽക്കും. എപ്പോഴേ വേദന പറയുന്നത് ഉണ്ടെങ്കിലും പറയുന്നില്ല. നിങ്ങളുടെ കാര്യമല്ല, ചിലരുടെ കാര്യം. ഞാൻ പറഞ്ഞു വേണ്ട വാസ. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, വാസേ ഇത്രയും ദൂരം പെട്രോൾ അടിച്ച് വന്നിട്ട് ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി അതിൽ നിന്ന് ഒരു നോട്ട് ഞാനാണ് ഒരു നോട്ടും അത് 2 നോട്ടില്ല എവിടെ ബാക്കി. ഇവിടെ കർത്താവ് ഇനിയും ദൈവദാസന്മാരുണ്ടല്ലോ, അവരെ മാനിക്കാം. ഞാൻ പറഞ്ഞത് താല്പര്യം, ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ കൊടുക്കാൻ ചോദിക്കണം. എങ്ങനെയാണ് നടക്കുന്നത്? നടക്കുന്നുണ്ടോ? അത് ദൈവദാസൻ തണുപ്പാണ്. ദൈവദാസന് ഭയങ്കര സന്തോഷമാണ്. കൊടുത്തില്ലെങ്കിൽ ഭയങ്കര സന്തോഷം. വേറെ വിശ്വാസം പറഞ്ഞു, മാസം തരാൻ ആഗ്രഹമുണ്ട്. ഞാനൊരു 3 മാസം കഴിഞ്ഞ് കേസ് വിളിച്ചാൽ 5 മാസം കഴിഞ്ഞ് എനിക്ക് ഒരു ഗതിയില്ലാത്ത 2-3 ലോൺ എടുക്കാം. ലോൺ എടുത്ത് കേസ് വിളിച്ചോ, ലോൺ ഒരു ഗതിയില്ല. ലോണിന്റെ അപ്പത്ത് വിളിക്കുക, ലോണിന്റെ അപ്പത്ത് നിൽക്കുക, ഏകദേശിയാ എത്ര രൂപയാ ഞാൻ വിളിച്ച് വരാൻ. അപ്പൊ 21 നടക്കാൻ ഒരാഴ്ച ബാക്കിയുള്ളൂ. ഞാൻ എന്റെ മറ്റേ ഉദ്ദേശിയെ വിളിച്ചേടാ, ഒരേസി പറഞ്ഞു ഉദ്ദേശി വിളിച്ചപ്പോ വാസ ഞങ്ങൾ ഇങ്ങനെ ഏസിയുടെ കാര്യത്തിലൊക്കെ സ്റ്റെപ്പ് ഉപവാസപ്പാട് പറഞ്ഞു. ഞാനങ്ങ് പറഞ്ഞു, എങ്കിലും പിന്നെ ഇപ്പോ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. വിളിക്കത്തില്ല, ഞാൻ അത് അറിഞ്ഞായിരുന്നു വിളിക്കത്തില്ല. പുള്ളിന്റെ ആവേശത്തെ കാണിച്ചു വിട്ടാ ആവേശത്തിന് അടിക്കരുത്. മോശം ഞാൻ ആവട്ടെ ആ സർക്കാർ പറഞ്ഞതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് വെച്ചു. സ്വന്തം പറഞ്ഞു. അവസാനം ഞാൻ തീരുമാനിച്ചു 10 AC 1.5 ടണ്ണിലെ 10 AC ഒരു ACക്ക് 40,000 രൂപ. സ്വോത്രം 4 AC ആയിട്ട് എന്റെ ഉൾപ്പെടെ പിന്നെ ഞാൻ തീരുമാനിച്ചു എന്തായാലും പിന്നെ ഈ രക്തത്തിനൊരു കുഴപ്പവും എന്തെങ്കിലും ചെയ്യണോന്ന് വെച്ചാൽ അത് കുടുംബം വിറ്റായാലും അതൊരു പ്രശ്നം ഈ രക്തത്തിലുണ്ട്. ഓർമ്മ പറഞ്ഞാൽ കോവിഡ് സമയത്ത് ഒരു കൊച്ചു വീടാണ് കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. ഓർമ്മ പറഞ്ഞാൽ കടന്നു വയ്ക്കാൻ ചർച്ചയില്ല. ഇതിന് വാഴ വീട്ടിൽ കയറി ഓർമ്മ പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയും, ദൈവം ആരുടെ കടക്കാൻ 2 ബെഡ്റൂമുള്ള പഴയൊരു വീട് ആരോ താമസിച്ചത്. അത് ദൈവം എനിക്ക് തന്നു. ഞങ്ങൾ മേടിച്ചു ആ വീട്. എന്റെ പിതാവ് ജീവനോടോ മേടിച്ച് വർഷങ്ങളോടെ താമസിച്ചു. എന്നിട്ടാണ് ഓർഡാടുത്ത് ചർച്ച കൊടുക്കുന്നത്. 2 ബെഡ്റൂമുള്ള ശരിക്കും വെള്ളം പോലും ഇല്ലാത്ത ആ സ്ഥലത്ത് വീട്. കോവിഡ് സമയത്ത് കിടപ്പാടം വിൽക്കാൻ ദൈവം പറഞ്ഞു. ആരോടും അനുവാദം ചോദിക്കാതെ കിടപ്പാടം വിൽക്കാൻ ഒരു ചെറിയ കൃപ ദൈവം എനിക്ക് തന്നു. ചെറിയ കൃപ തന്നു. ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വീടിന് 5 ബെഡ്റൂം, ഒരു വലിയ പ്രാർത്ഥനാ ഹോൾ, ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സ്വന്തം എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കുഞ്ഞെ കർത്താവിന് വേണ്ടി വിതച്ചു മുടിഞ്ഞ ഒരാളുമില്ല.
ഞാൻ 3-ാം തലമുറയിൽ നിന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 തലമുറ വിതച്ചതിന്റെ നന്മ ഞാൻ ഇന്ന് കൊയ്തുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുക. ഇല്ലായ്മയിൽ ദൈവത്തിന് വേണ്ടി വിതറിക്കോ, എനിക്കത്തിൽ കർത്താവിന് വേണ്ടി വിതറിക്കോ. പിന്നെ കൊടുത്തിട്ട് കണക്ക് പറയും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അടുത്ത എന്തോ ഒരു കീബോർഡിന്റെ പ്രശ്നം ഉണ്ടായി. കീബോർഡിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ അത് സ്പോൺസർ ചെയ്ത പുള്ളി കീബോർഡ് ഇട്ടു. ഞാനായിരുന്നു ആ സഭയിലെ പാസ്റ്റർ. ആ കീബോർഡ് പിന്നെ ആ സ്ഥാനത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കും. പക്ഷെ പാവപ്പെട്ട ഒരു പാസ്സായിരുന്നു. അടുത്ത ആഴ്ചയിൽ അയാൾ ആ കീബോർഡ് കൊണ്ട് വെച്ചു. പിന്നെ അതിനകത്ത് വായിച്ചു. അവനെ നീ ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ട് എന്റെ ആൾ പറഞ്ഞ് എടുത്തോണ്ട് പോയി നിന്നെ ദൈവം വിടത്തില്ല. കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് കണക്ക് പറയും. കണക്ക് പറയാലോ. എനിക്കോ ഇല്ലായ്മയൊക്കെ വരാം. കൊടുത്തിട്ടാണ് പറയല്ലേ. ഞാൻ കൊടുത്തോണ്ടാ ജീവിക്കുന്നത് പറയല്ലേ. ഈ ഏലിയാവിനെ പോഷിപ്പിക്കാൻ ദൈവം വിട്ടതാരെയും പറയും. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത കാക്കയാണ്. കാക്കയുടെ സ്വഭാവം നമ്മുടെ പല വിശ്വാസികളുടെ സ്വഭാവം പോലെ. കാക്ക കാക്ക റാവൻസ് എന്ന് പറയുന്ന ഒരു വർഗമാണ്. കാക്കയുടെ വർഗം റാവൻസ്. ഏലിയാവിനെ പോഷിപ്പിച്ച കാക്ക ഇവിടെ ഇരിക്കുന്ന കയ്യാലപ്പത്തിരിക്കുന്ന കാക്കയൊന്നുമല്ല. അത് 135 കിലോ വെയിറ്റ് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള കാക്കയാണ്. ഹൈ ലെവൽ കാക്കയാണ്. ഭയങ്കര ഹൈറ്റ് വെയിറ്റ് കൊടുക്കും. അതിനെ എങ്ങനെ കൊടുത്തു വിട്ടെ? രാവിലെയും വൈകിട്ടും, രാവിലെയും അപ്പോ ഇങ്ങനെ കാക്ക കൊടുക്കുക. ഉദ്ദേശിച്ച് അവിടെ ഫ്രീ ആയിട്ട് കഴിക്കുക. കുറെ നാളിങ്ങനെ കാക്ക കൊടുത്തപ്പോ കാക്കയ്ക്കൊരു അഹങ്കാരം. മനസ്സിലില്ല, പുറമെ പറയുന്നില്ല. ഞാനുള്ളത് കൊണ്ടാണോ നീ ഇവിടെ തിന്നുകൊണ്ട് ഇരിക്കുന്നത്? ഞാൻ കൊണ്ടുവന്നില്ല, നീ എങ്ങനെ തിന്നു എന്ന് മനസ്സിനകത്തൊരു ചിന്ത. തമ്മിൽ ആ പിറ്റേന്ന് കാക്കയെ വിളിച്ചു പറഞ്ഞു, നീ വരണ്ട, ഞാൻ വിധവയോട് ഏൽപ്പിച്ചു. എന്റെ ദാസന്റെ പുറത്ത് ഇത് നാളെ നീ വരണ്ട, ഞാൻ ആരോട് കൽപ്പിച്ചു? നീ ഇല്ലെങ്കിൽ ആമ്പിള്ളാരധികം എഴുന്നേൽപ്പിക്കും. ദൈവദാസന്മാരൊന്നും പട്ടിണി കിടക്കത്തില്ലെന്ന് പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കൊടുത്തിട്ട് കണക്ക് പറയല്ലേ. നീ കൊടുത്ത ആർക്കാണെന്നറിയുമോ? നിനക്ക് ജീവശ്വാസം തന്നു, നിന്നെ ജീവനോടെ നിർത്തിയോ കർത്താവിന്റെ നാമത്തിനായി കൊടുത്തത്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഞാൻ മടങ്ങി വരുന്ന വിഷയത്തിലേക്ക് മടങ്ങി വരിക. ശ്രദ്ധിച്ചു കേൾക്കുക. ആര്? രക്ഷിക്കപ്പെട്ടവൻ, സ്ഥാനപ്പെട്ടവൻ, അഭിഷേകം പ്രാപിച്ചവൻ, ഭാവിയെ കുറിച്ച് ദൂതുള്ളവൻ എവിടെ കിടന്ന് കിടക്കുക? തർസോസിൽ കിടന്ന് കിടക്കുക. 10 വർഷമായി എവിടെ കിടന്ന് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും. അവസാനം ദൈവാത്മാവ് അപ്പോസ്തലന്മാർക്ക് നിയോഗം കൊടുത്തിട്ട് ബർന്നബാസിനെ ഈ നമ്മുടെ 10 വർഷത്തിന് മുമ്പ് നമ്മുടെ ഒരു സ്ഥാനപ്പെട്ട ഒരു പുള്ളി ഉണ്ടായിരുന്നല്ലോ, ഒരു കൊച്ചു കുറിയ ഹൈറ്റ് കുറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നല്ലോ. നമ്മുടെ മീറ്റിങ്ങിന് വന്നൊരു ബ്രദർ ഉണ്ടായിരുന്നല്ലോ, ഒരു കൊച്ചു മനുഷ്യന്. വിദ്യാഭ്യാസം, ഒരു ജ്ഞാനിയ, ഒരു അപ്പനല്ലേ കപ്പലുള്ള കപ്പലുള്ള ഓട്ടോ ഓട്ടോ പുള്ളി എവിടാന്ന് അറിയാമോ? ബർന്നബാസ് നിന്നെ ഏൽപ്പിക്കുക, പുള്ളിയെ തെരഞ്ഞു പിടിച്ച് ഇവിടെ കൊണ്ടുവരണം. വായിച്ചത് 11:25 അവൻ ശൗലിനെ തിരയുവാൻ താർസോസിലേക്ക് പോയി. ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനവും ആപ്പ് സംവിധാനവും ലൊക്കേഷൻ സംവിധാനവും ഒന്നുമില്ല. എവിടെയൊന്നും അറിയത്തില്ല. അന്വേഷിച്ചൊക്കെ പോകുക. തിരയാൻ പോയി. അവിടെ പോയി തിരഞ്ഞു, കണ്ടുപിടിച്ചിട്ട് ബർന്നബാസ് ശൗലിനെ എവിടെ കൊണ്ടുവരിക? രാമൻ പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ഈ മീറ്റിംഗിനകത്ത് ഞാൻ ആത്മീക ദൂത് പറയാം. ചിലതിനെ ദൈവം എല്ലാവരുടെയും എല്ലാമായിട്ട് അഭിഷേകം ചെയ്യത്തില്ല. ചിലരെ ദൈവം ബർന്നബാസമായി അഭിഷേകം ചെയ്യും. ബർന്നബാസ് എന്താ ബർന്നബാസിന്റെ ശുശ്രൂഷ അറിയോ? തന്നെ പുറത്തു വരാൻ പറ്റാതെ തർസോസിൽ കുടുങ്ങി കിടക്കുന്നതിനെ കയ്യെ പിടിച്ചു വാഴ്ച
ലൊക്കേഷനെ കണ്ടുപിടിച്ചത്. ലൊക്കേഷൻ ദാനിയേൽ ക്ലാസ് ഇട്ടു വന്നു. ഞാൻ സുഖമായിട്ട് ഇവിടെ വന്നു. കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും എനിക്കുണ്ടായില്ല. അന്ന് ഈ സംവിധാനം വല്ലോണ്ട് എവിടെയാണ് വല്ലതും അറിയാമോ? ഇല്ല. ഇന്ന് സ്വത്രം അവരെ കൊലക്കേസിലെ പ്രതികളെ കണ്ടുപിടിക്കാൻ പോലീസുകാർ നടത്തുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ്. രണ്ടുപേരെ കൊന്നു, ഒരുത്തരെ പിടിച്ചില്ലേ? പിടിച്ചു അല്ലെ? മൊബൈൽ റേഞ്ച് വഴി പിടിച്ചു. എവിടെ പോയാലും മൊബൈൽ ഉണ്ടോ? ലൊക്കേഷൻ ഉണ്ടോ? ഇല്ല. പക്ഷെ ബർന്നബാസിന്റെ മേൽ വീണ നിയോഗം അതാ. എവിടെ കിടന്നാലും പുള്ളിച്ചെന്ന് പൊക്കിക്കൊണ്ട് വരും. ശൗലിനെ പൊക്കിക്കൊണ്ട് വന്നു. അന്ത്യോക്യ സഭയിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ തിരുത്തി. നിങ്ങൾ ശ്രദ്ധിച്ചേ 9-ാം അധ്യായത്തിൽ അനന്യാസ് കൈവച്ച് പറഞ്ഞ ദൂതുണ്ട്. പോകാം, ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പ് വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. ആ ദൂതിന്റെ നിവർത്തിക്ക് വേണ്ടി അന്ത്യോക്യ സഭയിൽ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു കൂട്ടം അഭിഷക്തന്മാർ ശൗലിനെ കൈവച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൂട്ടം അഭിഷക്തന്മാർ ശൗലിനെ കൈവച്ചു. അവരുടെ മുതൽ മിഷണറി യാത്ര കെട്ടുവെച്ചു. അവരുടെ മുതൽ മിഷണറി യാത്ര കെട്ടുവെച്ചു. ഈ പ്രത്യേകത യഥാർത്ഥത്തിൽ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭയിലെ ഉപവാസ പ്രാർത്ഥനയിൽ ശൗലിന്റെ മേൽ എന്ത് നടന്നെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അവന്റെ മേലുള്ള ശരിയായ ഭാവി, അവന്റെ ഭാവിയുടെ വഴിത്തിരിവാണ് വിളിച്ചിരിക്കുന്ന അതാ ഭാവി. ഒന്നാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാം കോമൺ ആണ് പഠിക്കാൻ. പക്ഷേ സ്പെഷ്യലായിട്ട് സ്പെഷ്യലൈസ്ഡ് ചെയ്യുന്നതാണ് +1 മുതൽ +2. അത് കഴിയുമ്പോഴൊക്കെ പിന്നീട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ചില വിഷയങ്ങൾ സ്പെഷ്യലൈസ്ഡ് ചെയ്യും. അതാണ് ഒരു കുഞ്ഞിന്റെ ഭാഗം. 10 വരെ എല്ലാം ഉണ്ടായി. പക്ഷെ അത് കഴിയുമ്പോൾ കൊമേഴ്സ് ആണോ സയൻസ് ആണോ ഏതാ അതിലേക്ക് തിരിയുന്നതാണ് ഭാവി. പൗലോസിന്റെ തന്നെ ഭാവി തെളിഞ്ഞത് അന്ത്യോക്യ സഭയിലെ ഉപവാസ പ്രാർത്ഥനയില്ല. ദൈവാത്മാവോട് പറയുന്നു, ചില ഭാവി ഈ പ്രാർത്ഥനയെ തെളിയാൻ പോവാ. നടക്കുന്ന ഭാവി വഴികൾ, ചില കുഞ്ഞുങ്ങളുടെ ഭാവി വഴികൾ, ചില യാത്രയുടെ ഭാവി വഴികൾ, ചില ശുശ്രൂഷയുടെ ഭാവി വഴികൾ, പഠനത്തിന്റെ ഭാവി വഴികൾ ഉപവാസ പ്രാർത്ഥനയിൽ അഭിഷേകത്താൽ അപ്പോസ്തലന്മാരുടെ കൈവപ്പിനാൽ തെളിഞ്ഞു വരാൻ പോകുന്നു. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ കഴിഞ്ഞ 10 വർഷമായി കർത്താവിലേക്ക് വന്നിട്ടു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടു തെളിയാതെ കിടന്ന ഭാവി തെളിഞ്ഞു വന്നു. ആ ഭാവിയായിരുന്നു പൗലോസിന്റെ മിഷണറി യാത്ര. അതാണ് 13-4 മുതൽ ആ യാത്ര ആരംഭിച്ചത്. സ്തോത്രം. അപ്പൊ ആ യാത്രയിൽ 3ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് ലക്ഷ്യം വെച്ച സ്ഥലമാണ് ഈ എഫെസോസ്. പൗലോസിന്റെ 2ാം മിഷണറി യാത്രയുടെ അവസാനം അപ്പോസ്തലപ്രവൃത്തി
18 അവസാന ഭാഗം കണ്ടെടുക്കണം. 19 താൻ 3-ാം മിഷൻ യാത്ര എഫെസോസിലെത്തുന്നത്. 18 അവസാനം താൻ എഫെസോസിൽ ഒരു ഷോർട്ട് വിസിറ്റ് നടത്തി. വിസിറ്റ് നടത്തിയിട്ട് തന്റെ സഹയാത്രികരെ അക്വിലയും പ്രിസ്കില്ലയും അവിടെ ആക്കിയിട്ട് താൻ അവരോട് പറഞ്ഞു, ദൈവഹിതമുണ്ടെങ്കിൽ മടങ്ങി വരാം എന്ന് പറഞ്ഞ് താൻ കടന്നുപോയി. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ താന് ഉൾപ്രദേശത്തിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം. സ്വതന്ത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, 18-ാം അധ്യായത്തിന് അവസാനം എഫെസോസിൽ ഒരു ചെറിയ വിസിറ്റ് നടത്തിയപ്പോഴേ എഫെസോസ് എന്താണെന്ന് ഒരു ചെറിയ ധാരണ പൗലോസിന് കിട്ടിയിട്ടുണ്ട്. എഫെസോസ് ഒരു സാധാരണ പട്ടണമല്ല. സ്തോത്രം. എഫെസോസ് ആ കാലഘട്ടത്തിലെ മതപരമായ ശക്തമായ അന്യാരാധനയുടെ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് എഫെസോസ്. അറിയാവുന്ന ചരിത്രങ്ങളാണ്. അർത്തമീസ് ദേവിയുടെ വലിയ ക്ഷേത്രം നിലനിന്ന സ്ഥലമാണ്. 425 അടി നീളവും 220 അടി വീതിയും 60 അടി ഉയരവുമുള്ള 120 പില്ലറുകളാൽ പണിയപ്പെട്ട അർത്തമീസിന്റെ ക്ഷേത്രം. സ്തോത്രം. ആ അർത്തമീസിന്റെ സ്വാധീനം ഭയങ്കരമായിരുന്നു. സ്തോത്രം. ഭയങ്കര സ്വാധീനമായിരുന്നു അർത്തമീസിന്റെ സ്വാധീനം. സ്തോത്രം. 19-ാമത്തെ അധ്യായത്തിന് 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 19-ാം അധ്യായം 27 വായിച്ചു. ആസ്യ മുഴുവനും പഠിച്ച് പോരുന്നവരുടെ മഹാത്മ്യം. സ്വതന്ത്ര ആസ്യ മുഴുവനും, പിന്നെ ഭൂതലവും മറ്റൊരിടത്തും ഞാൻ കാണാത്ത ഒരു പൈശാചിക സ്വാധീനമായി എഫെസോസിൽ കണ്ടേ. എഫെസോസിൽ ഇരിക്കുന്ന അർത്തമീസിന്റെ സ്വാധീനം ആസ്യ മുഴുവൻ, ഏഷ്യ ഭൂഖണ്ഡം മുഴുവൻ. ആസിയയിലെ ഒരു സ്ഥലമാണ് ഏത്? എഫെസോസ്. ആസിയയിലെ മറ്റൊരു സ്ഥലമാണ് ഏത്? കൊലോസിയ. ആസിയയിലെ 7 സഭകൾ വായിച്ചിട്ടില്ലേ വെളിപ്പാട് പുസ്തകത്തിൽ? യെസ്. ആസിയ മുഴുവനും മാത്രമല്ല, ഭൂതലവും ഭജിച്ചു വരുന്ന. സ്വതം പറഞ്ഞ എഫെസോസിൽ ഇരിക്കുന്ന അർത്തമീസിന്റെ സ്വാധീനം എഫെസോസ് മണ്ണിൽ മാത്രമാണോ? അവളെ അവിടെ ഇരുന്നുകൊണ്ട് ആസിയ മുഴുവനും ഭൂതലം മുഴുവനും അതിന്റെ സ്വാധീനത്തിന്റെ പേരാ. മനസ്സിലാക്കുന്നുണ്ടോ? രക്തത്താൽ ജയമെടുക്കുകയാണ്. അത്രയ്ക്ക് വലിയ സ്വാധീനമുള്ള അർത്തമീസ് ഇരുന്നു വാഴുന്ന ആ എഫെസോസിലേക്ക് പൗലോസിന്റെ 3-ാമത്തെ മിഷണറി യാത്രയിൽ എഫെസോസിനെ ലക്ഷ്യം വെക്കുമ്പോ തന്റെ മുമ്പിൽ വെളിപ്പെടുന്ന, താൻ യുദ്ധം ചെയ്യാൻ പോകുന്ന, താൻ പോരാടാൻ പോകുന്ന അർത്തമീസിന്റെ സ്വാധീനത്തിന്റെ വലിപ്പം എത്ര ശക്തമാണെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം. എന്നൊരു ദൂത് പറയാം, ലക്ഷ്യമുള്ളവർക്ക് വെല്ലുവിളി വിഷയമല്ല. ലക്ഷ്യമുണ്ടോ? ലക്ഷ്യമുള്ളവർക്ക് എന്ത് വിഷയമല്ല? വെല്ലുവിളി വിഷയമല്ല. ലക്ഷ്യമൊന്നുമില്ലാത്തവർക്ക് ഒരു ചെറിയ മൂക്കിപ്പനി മതി. വൈകിട്ട് എത്ര മണിക്കാണ് പ്രാർത്ഥന? വൈകിട്ടുണ്ടോ? എത്ര? 6:45 പ്രാർത്ഥന. 6:00 വീട്ടിൽ നമ്മൾ ഇറങ്ങാൻ നേരം കാവേക എല്ലാം കൂടെ കയറി ഇരുണ്ടോ പറഞ്ഞ 3-4 മിന്നലും ഇടിയും എല്ലാം കൂടെ അങ്ങോട്ട് വന്നു. സ്വതന്ത്രം. ആ കാർമേഘം അങ്ങോട്ട് കണ്ടപ്പോഴേ
ഒരു ചെറിയ മടുപ്പ് ഇടിയും മിന്നലും കൂടെ ആയപ്പോ മടുപ്പ് കൺഫേം ചെയ്തു. ഈ മഴയും കഴിഞ്ഞ് ഇടിയത്ത് അവിടെ പോയിട്ട് തന്നെ അവരൊരുത്തർ പറഞ്ഞു മാർത്ത കേസെന്നോ ഇനി ഉണ്ടല്ലോ 10 ദിവസം നോക്കണം. ഇനിയും 10 ദിവസം ഉണ്ടാകും. പക്ഷേ നമ്മൾ അറിയില്ല എന്തുവാ ഇന്ന് രാത്രി നിന്റെ പേര് വെളിപ്പെടേണ്ട വാഗ്ദത്തം നിങ്ങൾക്കൊരു പ്രാർത്ഥനയ്ക്ക് വരാൻ തടസ്സം ഉണ്ടാകുന്ന ദിവസം എന്തോ നിങ്ങൾ നടക്കാനുള്ളതാണ്. അങ്ങനെ 100 അനുഭവമാണ്. ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് തടസ്സം വരുന്ന ദിവസം ഇഴഞ്ഞായാലും വന്നോണം. ഹല്ലേലൂയ. പക്ഷെ ലക്ഷ്യം മുമ്പിലുള്ളവർക്ക് ഇടി വിഷയമല്ല. നനഞ്ഞായാലും ചർച്ചിൽ വരും. രക്തത്താൽ കൊടയില്ലെങ്കിൽ അവർ ചർച്ചിൽ വരുമെന്ന് ഇന്ന് രാത്രി ഈ പകഞ്ഞ ആത്മാവിൽ പറയട്ടെ. ലക്ഷ്യമുണ്ടോ വെല്ലുവിളികൾ വിഷയമല്ല. 85-ാമത്തെ വയസ്സിൽ കാലേവപ്പച്ചൻ പറഞ്ഞൊരു വാക്കുണ്ട്. 85-ാമത്തെ വയസ്സിൽ കാലേവ് പറഞ്ഞൊരു ഭാഗമുണ്ടെന്ന് അറിയാം. അന്ന് നീ എന്നോട് കൽപ്പിച്ച ആ മല 10-40 വയസ്സുള്ളപ്പോ എന്നോട് നീ കൽപ്പിച്ച ആ മല ഇപ്പോൾ എനിക്ക് തരിക. അവിടെ അനാക്യമുണ്ട്, പക്ഷേ ഞാനതിനെ ജയിച്ചടക്കും. യോശുവ പുസ്തകം 14-ാമത്തെ അധ്യായം. ഒരു ദൂത് കയറിയതുകൊണ്ട് പറയാം. യോശുവ പുസ്തകം 14-ാമത്തെ അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളാണ് ആ ഭാഗം കിടക്കുന്നത്. അതിന്റെ സ്തോത്രം. യെസ്, 11 മുതലുള്ള വാക്യം 11-12 വായിച്ചേ. 11-12. ആ അനാക്യവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ സ്വതന്ത്രം പറഞ്ഞു. ഹെബ്രോൻ മല 85-ാമത്തെ വയസ്സിൽ എനിക്ക് വേണോ? അവിടെ ആരുണ്ട്? എന്റെ ഭാഷ വെല്ലുവിളിയുണ്ട്. ഇനി ആ വെല്ലുവിളിയുടെ കാര്യം നിങ്ങളൊന്ന് കേട്ടെ. അതിലെ 15-ാമത്തെ വാക്യം 15. അനാക്കിൽ വെച്ച് അതിമഹാനായിരുന്നു. സ്വന്തം പറഞ്ഞേ. ഹെബ്രോന് പണ്ട് കിറിയത്ത് അർബ എന്ന പേരായിരുന്നു. അർബ എന്നവൻ അനാക്കിൽ വെച്ച്. അപ്പൊ സാധാരണ അനാക്യമല്ലന്മാരാണോ? അല്ല. അനാക്കിൽ വെച്ച് അതിശക്തനായ ഒരു മല്ലന്റെ കൈവശം ഇരുന്ന പട്ടണമാണ്, ദേശമാണ്, മലയാണ് ഏത്? ഹെബ്രോൻ മല. സ്വന്തം പറ. 85-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ പറയുകയാണ്, എത്ര വലിയ മല്ലന്റെ സ്ഥലമായാലും, എത്ര വലിയ വെല്ലുവിളിയുള്ള സ്ഥലമായാലും മോശയെ നയിച്ചതുപോലെ ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട്. ആ മല എനിക്ക് തരിക. ആരോഗ്യം 40-ാമത്തെ വയസ്സിലുള്ളത് 85-ാമത്തെ വയസ്സിലും
ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കും. ആത്മീക ബലമുള്ളവൻ, ആത്മീക ആരോഗ്യമുള്ളവൻ വെല്ലുവിളികളെ ഏറ്റെടുക്കും. വെല്ലുവിളികൾ തോറ്റുപോകത്തില്ല. ആ ഹെബ്രോൻ മല പിടിച്ചെടുക്കാൻ അവരെ വെളിപ്പെട്ട ആത്മീക ബലം ഇന്ന് പകൽ നമ്മളെ വ്യാപരിക്കുകയാണ്. ദാവീദിനെ ദൈവം രാജാവാകാൻ അഭിഷേകം ചെയ്തത് ബേത്ലഹേമിൽ. അവനെ രാജാവായി പ്രഖ്യാപിച്ചത് ഹെബ്രോനിൽ. രണ്ട് ശമൂവേൽ പുസ്തകം 2-ാം അധ്യായം, 2 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-4 വായിച്ചു. 2-ാം അധ്യായം 1-ാം വാക്യവും 4-ാം വാക്യവും വായിച്ചു. 2-1-4. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദാഗൃഹത്തിന് രാജാവായി അഭിഷേകം. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ എടുക്കണ്ട, 16-ാം അധ്യായത്തിൽ ബേത്ലഹേമിൽ വെച്ചാണ് രാജാവാകാൻ. പക്ഷെ അവൻ രാജാവായോ? രാജാവാകാൻ അഭിഷേകം ചെയ്തോ വെച്ചാ ബേത്ലഹേമിൽ വെച്ചാണ്, ഇശായിയുടെ ഭവനത്തിൽ. പക്ഷേ രാജാവായി അഭിഷേകം ചെയ്തത് വെല്ലുവിളിയെ നോക്കാതെ വ്യക്തമായ ലക്ഷ്യത്തോടെ ഹെബ്രോൻ മല പിടിച്ചെടുത്തത് നഷ്ടമായില്ല. അവയിൽ ദാവീദിനെ പോലുള്ളവരെ അഭിഷേകം ചെയ്യുന്ന ഒരു സ്ഥലമാക്കി ഹെബ്രോനെ ഭിന്നത്തെ മാറ്റിയെങ്കിൽ ദൈവാത്മ പറയുന്നു, ചിലതാകാനുള്ള ചിലതിനെ ദൈവം അതാക്കി തീർക്കാം. അതിനെ വ്യാപരിക്കുന്ന അഭിഷേകം വീഴുന്ന ഇടമായി മാറ്റാൻ പോകുന്നു. നീ വെല്ലുവിളി സഹിച്ചത് വൃഥാവല്ല. നീ പോരാട്ടം സഹിച്ചത് വൃഥാവല്ല. നിന്നെയുടെ ചിലർ പുറത്തു വരാൻ പോകുകയാണ്. ലക്ഷ്യം ഉള്ളവന് വെല്ലുവിളി വിഷയം അല്ല. ലക്ഷ്യമുള്ളവൻ എന്തു വെല്ലുവിളിയെ നേരിടും. ശുശ്രൂഷയിൽ ലക്ഷ്യമുള്ളവൻ വെല്ലുവിളി വിഷയമല്ല. ഭാവിയെ കുറിച്ചൊരു ലക്ഷ്യമുള്ളവൻ വെല്ലുവിളി വിഷയമല്ല. സ്വതന്ത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ മുമ്പിൽ ലക്ഷ്യമുണ്ടായിരുന്നു എഫെസോസ്. അതുകൊണ്ട് തന്റെ മുമ്പിലെ അർത്തമീസിന്റെ വെല്ലുവിളി തനിക്ക് വിഷയമായിരുന്നില്ല. താൻ എഫെസോസിൽ ചെന്നു. സ്തോത്രം. എഫെസോസിലെ പൗലോസിന്റെ ശുശ്രൂഷ 3 വർഷത്തെ പൗലോസിന്റെ ശുശ്രൂഷ ഒരു സാധാരണ ശുശ്രൂഷയായിരുന്നില്ല. 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 15-ന്റെ 32-ാം വാക്യം വായിച്ചു. മതി, മറ്റെവിടെയും പറയാത്ത അതിപ്രധാനമായ ഒരു ഭാഗം കൊരിന്ത്യ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ എഫെസോസിലെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷികമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം. സ്വന്തം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എഫെസോസിലെ പൗലോസിന്റെ ശുശ്രൂഷ
ഒറ്റ വാക്കിൽ പരിശുദ്ധാത്മാവിൽ താൻ പറയുകയാണ്, അതൊരു സാധാരണ ശുശ്രൂഷയായിരുന്നില്ല, അതൊരു യുദ്ധമായിരുന്നു. ഞാൻ എഫെസോസിൽ എന്ത് ചെയ്തു? മൃഗയുദ്ധം ചെയ്തു. ഈ മൃഗയുദ്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എഫെസോസിൽ പൗലോസ് മൃഗയുദ്ധം ചെയ്തെന്ന് പറയുമ്പോൾ ഈ മൃഗം എന്ന വാക്ക് പല വിധത്തിൽ തിരുവെഴുത്തിൽ കാണാം. മൃഗതുല്യനായ മനുഷ്യൻ, മനുഷ്യനെ മൃഗം പറഞ്ഞിട്ടുണ്ട്. പൈശാചിക ശക്തിയെ മൃഗമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 10 കൊമ്പ് ഉള്ളൊരു മൃഗം വെളിപ്പാട് പുസ്തകം 13 കടലിൽ നിന്ന് കയറി വരുന്നതായിട്ട് കാണുന്നു. മനുഷ്യനെ മൃഗമായിട്ട് കണ്ടിട്ടുണ്ട്, പൈശാചിക ശക്തിയെ മൃഗമായി കണ്ടിട്ടുണ്ട്. അപ്പോൾ എഫെസോസിൽ താൻ മൃഗയുദ്ധം ചെയ്തെന്ന് പറഞ്ഞാൽ ഒത്തിരി അർത്ഥങ്ങൾ അതിന് കൊടുക്കാം. പക്ഷെ എനിക്ക് ലഭിച്ച ഒരു ആത്മീക അർത്ഥം, സ്തോത്രം, അവൻ മനുഷ്യനെ മൃഗമായി ഉപയോഗിക്കുന്ന പൈശാചിക മൃഗത്തിനെതിരെ ആത്മാവ് യുദ്ധം ചെയ്തു. പൗലോസിന്റെ യുദ്ധ രീതി ശ്രദ്ധിച്ചാൽ നമുക്ക് പഠിക്കാം. താൻ പറയുന്നത്, ഞാൻ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല, എന്റെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോട് അല്ല. അപ്പൊ പണ്ട് യുദ്ധ രീതി പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവ ശരീരം കൊണ്ടുള്ള യുദ്ധമല്ല, ആത്മാവിലുള്ള യുദ്ധമാണ്. ശരീരം കൊണ്ടുള്ള യുദ്ധമാണെങ്കിൽ ഈ അർത്ഥവീസിനെതിരെ യുദ്ധം ചെയ്യാൻ ശൗര്യന് പറ്റില്ല. 4 അടി ഹൈറ്റ്, 33 വെയിറ്റും, കഷണ്ടി ആക്രമിച്ച ശിരസും വളവോടുകൂടിയ കാലുകളുമുള്ള ഒരു കുറിയ മനുഷ്യനാ പൗലോസ്. ഈ മനുഷ്യന് 425 അടി നീളവും 220 അടി വീതിയും 60 അടി ഉയരവും 120 തൂണുകളാൽ പണിയപ്പെട്ട അർത്തമീസ് എന്ന ഭൂതലം മുഴുവനും ഭജിക്കുന്ന ഈ ശക്തിക്കുന്നതിനെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് പൗലോസ് എഫെസോസിന്റെ സഭയ്ക്ക് ദൂതരീപം പറഞ്ഞത്, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെട്ടോട്. ആത്മീയ യുദ്ധത്തിന് നിങ്ങൾ നിങ്ങൾ കേട്ടോ, എഫെസോസിൽ പൗലോസിന്റെ ശുശ്രൂഷയുടെ വിജയം എന്തായിരുന്നു ചോദിച്ചാൽ, താൻ എഫെസോസിൽ എന്ത് ചെയ്തെന്ന മൃഗയുദ്ധം ചെയ്തു. അത് ശരീരത്തിന്റെ യുദ്ധമല്ല, അത് ആത്മാവിന്റെ യുദ്ധമായിരുന്നു. രക്തത്താൽ ജയമെടുക്കുക. പിന്നെ അവിടെ പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ എഫെസോസിൽ മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷിക, എങ്ങനെ വാക്യം, മാനുഷ്യം എന്ന് വരികിൽ എന്ത് പ്രയോജനം. ആ വാക്ക് ഒന്നും വിശദീകരിച്ച് പ്രാർത്ഥനയിലേക്ക് പോകാം. ശ്രദ്ധിച്ച്, ഞാൻ എഫെസോസിൽ മൃഗയുദ്ധം ചെയ്തത് മാനുഷ്യം എന്ന് വരികിൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഞാൻ എഫെസോസിൽ മൃഗയുദ്ധം ചെയ്തത് കേവലം മാനുഷികമായ കാര്യങ്ങൾക്ക് ആണെങ്കിൽ എനിക്ക് എന്ത് പ്രയോജനം? അതിനർത്ഥം താൻ എഫെസോസിൽ വന്ന് യുദ്ധം ചെയ്തത് മാനുഷികമായ കാര്യങ്ങൾക്കല്ല. മാനുഷികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മോട്ടീവ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ മോട്ടീവ്സ് ആണേ പറഞ്ഞാൽ, ഹ്യൂമൻ മോട്ടീവ്സ്, മാനുഷികമായ കാര്യങ്ങൾ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ മാനുഷികമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ട്? മാനുഷികം എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്താണ് മാനുഷികം എന്ന് പറഞ്ഞാൽ? ഭൗതികവുമായി, ഭൗതിക ജീവിതവുമായി, ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട്, സ്തോത്രം പറഞ്ഞാട്ടെ, മനുഷ്യനായി ജീവിക്കുമ്പോൾ അവനുണ്ടാകുന്ന എല്ലാ മാനുഷികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാത്ത ആരും ഈ ഉപവാസ പ്രാർത്ഥനയിലില്ല. നമ്മളെല്ലാവരും ഉപവാസ പ്രാർത്ഥന നോക്കിയിരിക്കുക. എന്തുവാ?
വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തി വെക്കാൻ. ആ നിരത്തി വെച്ചത് കൂടാതെ വരുന്ന പാസ്റ്റർമാർ മുമ്പിൽ നിരത്തി വെക്കും. അത് അതിനേക്കാളും വേദന. ദൈവസ്ഥ നിരത്തി വെച്ചാൽ ദൈവത്തിന് സർവ്വവ്യാപിയും സർവജ്ഞാനിയായ ദൈവം എല്ലാം ഓർത്തിരിക്കും. കൊട്ടാരക്കരയിൽ നിന്ന് വന്ന ഞാൻ പോകുന്ന വഴി പോലും മറന്നു പോകുന്നത് ഞാൻ. എൻ്റെ ചർച്ചയിലെ പല വിശ്വാസികളുടെ പേര് ഇന്നും മറക്കുന്നത് എന്നോടാ. ഇവിടെ നമ്മൾ പറഞ്ഞു എൻ്റെ പേര് അമ്മണി, എൻ്റെ പേര് ലീലാമ, എനിക്ക് 10 കൂട്ടം വിഷയം ഞാനത് പറഞ്ഞോട്ടെ. 1 ഇത് 2 ഇത് 3 ഇത് 4 ഇത് 5 ഇത് 6 ഇത് 7 ഇത് 8 ഇത് 9 ഇത് 10 ഇത് എന്നെ കൂടെ ഓർത്തൊന്നും ആർപ്പിച്ചോണേ. പൗലോസ് പറയുകയാണ്, ഞാൻ എഫെസോസിൽ പ്രതിയുദ്ധം ചെയ്തത് മാനുഷികമായതൊന്നുമല്ല. മാനുഷികമായതൊന്നിനും. മാനുഷികമായ ഒരുപാട് വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽ പ്രയാസപ്പെടുന്നതിനകത്ത് ഇരിപ്പുണ്ട്. ഭവന സംബന്ധമായത്, തലമുറ സംബന്ധമായത്, ജോലി സംബന്ധമായത്, വിദ്യാഭ്യാസ സംബന്ധമായത്, ഇതെല്ലാം മാനുഷികമാണ്. രക്തത്താൽ ജയമെടുക്കുക. മാനുഷികമായ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ പൗലോസിന് മാനുഷികമായ വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ. സ്വന്തം പറ. ശരീരത്തിന് ആരോഗ്യം തുടങ്ങി ഒത്തിരി മാനുഷിക വിഷയങ്ങൾ തനിക്ക് എന്ത് ചെയ്യാനുണ്ട്? ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എഫെസോസിലെ തന്റെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നു. എഫെസോസിലെ തന്റെ യുദ്ധം വ്യത്യസ്തമായിരുന്നു. മാനുഷികമായതിനെ മാറ്റിവെച്ച് എഫെസോസിൽ വ്യക്തമായൊരു ദൈവനിയോഗത്തോടെ താൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് എഫെസോസിൽ അസാധാരണമായി മിനിസ്ട്രി വെളിപ്പെട്ടത്. ഇന്ന് പകൽ ആത്മാവിൽ പറയട്ടെ, ഒത്തിരി വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ പലതും മാറ്റിവെച്ച് അവൻ മാനുഷികമായത്, ഭൗതികമായത് പലതും മാറ്റിവെച്ച് യുദ്ധം ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതൊരു സാധാരണ പ്രാർത്ഥനയായി തീരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരാമനോട് പറഞ്ഞാണ് മനസ്സിലാക്കുന്നുണ്ടോ? ദൈവസന്നിധി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം തരുന്ന നിയോഗം പൗലോസിനെ പോലെ മാനുഷികമായതിനെ മാറ്റിവെച്ചു. പറഞ്ഞാട്ടെ, താൻ പറയുന്നത് ഞാൻ എഫെസോസിൽ പ്രതിയുദ്ധം ചെയ്തത് മാനുഷികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്കായിരുന്നെങ്കിൽ എന്ത് പ്രയോജനം. പക്ഷെ അവിടെ പ്രയോജനം ഉണ്ടായത്, എഫെസോസിൽ ചലനം ഉണ്ടായത്, എഫെസോസിൽ മിനിസ്ട്രി വെളിപ്പെട്ടത്, എഫെസോസിൽ ദൈവപ്രവൃത്തി നടന്നത് മാനുഷികമായ ഒന്നിനു വേണ്ടി ആയിരുന്നില്ല. അതിനപ്പുറം ഒരു നിയോഗത്തോടായിരുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് പകൽ ഒത്തിരി മാനുഷിക വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതിനൊക്കെ മാറ്റിവെച്ച് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങൾ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ ഫലം വ്യത്യസ്തമായി മാറാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥനയുടെ റിസൾട്ട്, നിന്റെ ഉപവാസത്തിന്റെ റിസൾട്ട് വ്യത്യസ്തമായി മാറാൻ പോകുക. മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്കുള്ള എല്ലാ മാനുഷിക വിഷയങ്ങളും നമുക്കുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇത് ഒരു 21 പ്രാർത്ഥിച്ചാലൊന്നും ഇതെന്ത് ചെയ്യത്തില്ല, തീരത്തില്ല. ഒരു 21 ഉപവസിച്ചാലൊന്നും ഇതെന്ത് ചെയ്യത്തില്ല, തീരത്തില്ല. ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്ന കാലമൊക്കെ ഈ വിഷയങ്ങൾ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് പകൽ ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് ദൂത് പറയാം. ആ വർഷങ്ങൾ ഒത്തിരിയായി വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് മാനുഷികമായ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പലതും പ്രാപിക്കുകയൊക്കെ ചെയ്തവരാണ് നമ്മൾ. പക്ഷെ ഈ ഉപവാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മാനുഷികമായി മാറ്റിവെച്ചിട്ട് പൗലോസ് പറയുന്നത് പോലെ മാനുഷികമായി ഇതിനു വേണ്ടി അല്ല ഞാൻ യുദ്ധം ചെയ്തത്, അവൻ അങ്ങനെ ചെയ്തതിൽ എനിക്ക് എന്ത് പ്രയോജനമുണ്ടായേനെ എന്നതുപോലെ മാനുഷികമായി മാറ്റിവെച്ച് ഒരു ആത്മീക പോരാട്ടം നടത്താൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ ഒരു പോരാട്ടം നടത്താൻ നിങ്ങൾ തയ്യാറാണ്.
നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് മാനുഷിക വിഷയങ്ങൾ മാറട്ടെ. നിങ്ങളുടെ ഉപവാസത്തിൽ നിന്ന് മാനുഷിക വിഷയങ്ങൾ മാറട്ടെ. അങ്ങനെ മാനുഷികമായ പല വിഷയങ്ങളും ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിയിട്ട് എഫെസോസിൽ താനൊരു യുദ്ധത്തിന് പ്രഖ്യാപനം നടത്തിയപ്പോൾ എഫെസോസിൽ നടന്ന ആ യുദ്ധത്തിന്റെ, ആ ശുശ്രൂഷയുടെ, ആ പ്രാർത്ഥനയുടെ, ആ പോരാട്ടത്തിന്റെ ഫലം 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 ആ ഫലമാണ് ഒന്ന് എപ്പഫ്രാസ്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ. അതിന്റെ ഫലമാണ് അവൻ എഫെസോസിൽ നിന്ന് 160 കിലോമീറ്റർ മാറി കൊലോസിയിൽ എപ്പഫ്രാസിലൂടെ ഒരു സഭയുണ്ടായത്. രക്തത്താൽ ജയമെടുക്കുന്നു എന്ന് പകൽ ദൈവാത്മാവ് ഞാൻ പറയട്ടെ. മാനുഷികമായി എല്ലാം മാറ്റിവെച്ച് ഒരു ആത്മീയ യുദ്ധത്തിന് നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട്, അതിന്റെ ഒരു ഫലം എഫെസോസിലെ 3 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോ മാനുഷികമായ എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? മാനുഷികമായ എന്തെങ്കിലും നേട്ടം പൗലോസിനുണ്ടായോ? മനസ്സിലായില്ല. താൻ കൂടാരപ്പണി ചെയ്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഒന്നുമല്ലേലും കൂടാരപ്പണിയുടെ ഒരു വഴി എഫെസോസിലെ 3 വർഷത്തെ ശുശ്രൂഷ തനിക്ക് ഓപ്പൺ ആയോ? ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ പൗലോസ് പറയും, എഫെസോസിലെ 3 വർഷത്തെ മിനിസ്ട്രി മാനുഷികമായതിനു വേണ്ടി ആയിരുന്നില്ല. അത് ഞാൻ മാറ്റിവെച്ചിട്ട് അവിടെ ഒരു വലിയ പോരാട്ടം നടത്തിയപ്പോൾ ആ പോരാട്ടത്തിന്റെ റിസൾട്ടായിട്ട് വെളിപ്പെട്ടു വന്ന ഒന്നാമത്തെ വിടുതലാണ് എപ്പഫ്രാസ് എന്ന ദൈവ മനുഷ്യന്റെ വിടുതൽ. ആ മനുഷ്യനിലൂടെയാണ് കൊലോസിയയിൽ ഒരു ചലനമുണ്ടായതെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വലിയ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ, ഒരു വലിയ ഫലം ഉണ്ടാകണമെങ്കിൽ, ആ ഫലം മാനുഷികമായതിനേക്കാൾ അപ്പുറമാകണമെങ്കിൽ ഇന്ന് പകൽ കാഴ്ചപ്പാടുകൾ മാറി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. യേശു 40 ദിവസം ഉപവസിച്ചു. അവൻ ആത്മശക്തിയോടെ മടങ്ങിച്ചെന്നു. യേശുവിന്റെ 40 ദിവസം യുദ്ധത്തിന്റെ ഫലം ആത്മശക്തിയോടെ മടങ്ങിപ്പോകുന്നതാണ്. 84 വർഷം ആലയം വിട്ടുപിരിയാതെ ഒരു ഹന്ന ഉപവസിച്ചു. അതിന്റെ റിസൾട്ട് അവൾ യേശുവിനെ കണ്ടു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഞാൻ പറയട്ടെ, മാനുഷികമായതിനേക്കാൾ അപ്പുറമായ ഒരു ദൈവ പ്രവൃത്തി നമ്മളിലൂടെ സംഭവിക്കണമെങ്കിൽ ഇന്ന് പകൽ വെളിപ്പാട് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആത്മാവിൽ പോരാടാൻ തയ്യാറാകുക. ആത്മാവിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാകുക.
ഹാദൽ ഘടക ശബ്ദൽ ഘരാദിയ. എത്ര പേര് ഇന്ന് പകല് നിയോഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ, ഈ നിയോഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ ഇന്ന് മകൻ തയ്യാറാണ്? കരങ്ങളും ഉയർത്തി സ്വതന്ത്രം പറഞ്ഞാട്ടോ, കരങ്ങളും ഉയർത്തി സ്വതന്ത്രം പറഞ്ഞാട്ടോ, ശക്തിയോട് സ്വതന്ത്രം പറഞ്ഞാട്ടോ. ശ്രദ്ധിച്ചേ, എഫെസോസിലെ പൗലോസിന്റെ മൃഗയുദ്ധം, എഫെസോസിലെ പൗലോസിന്റെ പോരാട്ടം, ആത്മാവിനുള്ള പോരാട്ടം, പ്രാർത്ഥനയുള്ള പോരാട്ടം, അതാ 3 വർഷം പൗലോസ് എഫെസോസിൽ ചെയ്തേ. പക്ഷേ മാനുഷികമായതിനു വേണ്ടി ആയിരുന്നില്ല. കേൾക്കണം നിങ്ങൾ, അത്ഭുതം എന്തല്ല? മാനുഷികമായ വിഷയങ്ങൾ, ഭൗതിക വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? ഉപവാസ പ്രാർത്ഥനയും തെറ്റാണോ? അല്ല. മാനുഷികമായ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. ദൈവത്തോടല്ലാതെ പിന്നെ ആരോടാ പറയണ്ടേ? കേട്ടില്ല. മാനുഷികമായ വിഷയങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും ആണോ ഞാനും നിങ്ങളും? ഒത്തിരി വിഷയങ്ങൾ എനിക്കുണ്ട്, ഒത്തിരി വിഷയങ്ങൾ നിങ്ങൾക്കും. ഞാൻ ഈ പറയാൻ മാനുഷികമായ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. തലമുറയുള്ള ബന്ധത്തിൽ, യാത്രയുള്ള ബന്ധത്തിൽ, ഭവനപ്പണിയുള്ള ബന്ധത്തിൽ, കടഭാരത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി വിഷയങ്ങൾ മാനുഷികമായി നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. അത് കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും, ഒരു കുഞ്ഞായാലും വലിയ ആളായാലും ആ കുഞ്ഞിന്റെ പ്രായവും വളർച്ചയും അനുസരിച്ച്